അത്ര ഗംഭീരമായിട്ട് ആ മേഘദൂതത്തിൽ പറയുന്നത് കാളിദാസൻ. അപ്യന്യസ്മിൻ ജലധര മഹാകാലമാസാദ്യകാലേ സ്ഥാതവ്യം തേ നയന വിഷയം യാവദത്യേതി ഭാനു കുർവൻ സന്ധ്യാബലിപടഹതാം ശൂലിന ശ്ലാഘനീയാം ആമന്ത്രാണാം ഫലമവികലം ലപ്സ്യസേ ഗർജിതാനാം. ഇത്ര ഗംഭീരമായിട്ടാണ്. വഴി തെറ്റിപ്പോയാലും ഉജ്ജയിനിയിലൂടെ പോകണം എന്നാണ് പറഞ്ഞത്. വഴി കുറച്ച് വളഞ്ഞിട്ടായാലും ഉജ്ജയിനിയെ ഒഴിവാക്കരുത്. അവിടെ മഹാകാല ക്ഷേത്രത്തിലെത്തിയിട്ട് ഭഗവാന്റെ ആ ത്രംബകസ്യ അട്ടഹാസ, ത്രംബകൻ്റെ ആ അട്ടഹാസത്തിനനുസരിച്ച് നിൻ്റെ ഉടുക്ക് കൊട്ടണം എന്നാണ് പറഞ്ഞത് മേഘത്തിനോട്. മേഘത്തിൻ്റെ ഉടുക്ക് എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് തന്നെ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത്ര ഭംഗിയായിട്ട് അവിടെയൊക്കെ വർണ്ണിച്ചത്. അപ്പം അന്ന് തന്നെ നമുക്ക് ക്ഷേത്രങ്ങളുണ്ട്. ഇതൊന്നും ബുദ്ധനിൽ നിന്നുണ്ടായതല്ല എന്നർത്ഥം. അതുപോലെ കാഞ്ചിയിലെ ക്ഷേത്രങ്ങൾ, ബുദ്ധമതത്തിലും ഈ സമയത്തൊക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അത്രയേ പറയാൻ കഴിയുള്ളൂ. ആ വിഷയം എങ്ങനെ മനസ്സിലാക്കുക?